എന്റെ ആത്മീയ ജീവിതത്തിന്റെ അഷ്വറൻസ്, എനിക്കുള്ള ഷുവർട്ടി, എനിക്കുള്ള ആ ധൈര്യം, ആ കറേജ്, അതെവിടെ നിന്നുണ്ടായി? മരണം കറന്ന് ഇറങ്ങി വന്നവനാണ് എനിക്ക് ജീവൻ തന്നതെങ്കിൽ അവൻ ഇരിക്കുന്ന ഇടത്ത് എന്നെയും ഇരുത്തുമെന്ന വാക്ക് സത്യമെങ്കിൽ എനിക്ക് പേടിപ്പാനില്ല. എനിക്ക് യെരൂശലേമിൽ പോയിരിക്കണ്ട, എനിക്ക് നിത്യതയിൽ കടന്നു പോയിരുന്നാൽ മതി. പറയുന്ന നിത്യത സന്തോഷമാണെങ്കിൽ അവിടേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന വിധത്തിൽ സുവിശേഷം അറിയിക്കുമെങ്കിൽ അവിടേക്ക് പോകാൻ എന്താ ഇത്ര പേടി? പറയുന്ന സുവിശേഷം നിത്യതയെ കുറിച്ചാണ്. അങ്ങോട്ടേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനും തുടങ്ങി, വിളിച്ചു വിടുകയും ചെയ്യും. പക്ഷെ അങ്ങോട്ടേക്ക് വിളിച്ചാൽ പോകാൻ പേടിയ, ഇല്ലേ? ഇതെന്താ ആത്മീയത? അതിനെ എങ്ങനെ ആത്മീയം എന്ന് പറയുക? കോട്ടയത്ത് നിന്ന് തിരുവല്ല ബസ്സിന് വിളിച്ചു വിടുന്നതിനെ പോലെ കേട്ടിട്ട് കുറെ പേര് തിരുവല്ലയ്ക്ക് എത്തുന്നുണ്ട്. ഇവൻ ഒരിക്കലും അവിടെ എത്തൂല. കാരണം ഇവൻ ഇവിടെ നിന്ന് വിളിക്കാൻ മാത്രമേ അറിയൂ. സ്വർഗത്തിലെ ആളെ റിക്രൂട്ട് ചെയ്യൽ പണിയാ. പക്ഷെ ഇവനങ്ങോട്ട് പോകാനേ താല്പര്യമില്ല. വിളിച്ചാൽ അവൻ എന്ത് പറയുന്ന അറിയാമോ? ഇപ്പൊ വേണ്ട, മക്കളുടെ കല്യാണമുണ്ട്, വീട് വെക്കാനുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മെ സംബന്ധിച്ചിടത്തോളം പലതും വിശ്വസിക്കുന്നത് കൊണ്ടല്ല നാം പറയുന്നതെങ്കിൽ നാമും കപടഭക്തരെന്നേ വരൂ. അതുകൊണ്ട് നമുക്ക് വളരെ ധൈര്യമായി പറയാൻ കഴിയും നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആനന്ദം എന്താണ്. ആസാഫ് ഒരിക്കൽ പറഞ്ഞു, ഇതൊന്നും വേണ്ടായിരുന്നു, ഭൂമി ജീവിക്കായിരുന്നു സുഖം, ഈ പരിപാടി ഒന്നും വേണ്ടായിരുന്നു. കർത്താവിനെ കൈക്ക് പിടിച്ചിട്ട് നിർത്തിയിട്ട് ചോദിച്ചു, എന്താ നീ പറഞ്ഞേ? അവൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ. നിനക്കും അവർക്കും നമ്മളുടെ വ്യത്യാസം എന്താ? എല്ലാരും വഴുവഴുപ്പിലാ നിൽക്കുന്നത്, എല്ലാരും വീഴും. പക്ഷെ നിനക്കൊരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. എന്താണെന്നറിയാമോ? വഴുവഴുക്കാത്ത അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു നാട്ടിൽ നിന്ന് ഒരു കൈ താഴോട്ട് ഇറങ്ങി വന്ന് നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നിന്നെ കൈക്കൊള്ളാന്. ലോകം മുഴുവൻ വീണാലും നിനക്ക് പേടിക്കാനില്ല. കാരണം നിന്നെ പിടിച്ചിരിക്കുന്ന ഈ ബന്ധം ശക്തമാണെങ്കിൽ മരണഭീതി ഇല്ലാതെ നിനക്ക് ലോകത്തിൽ ജീവിക്കാം. കാരണം നിനക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകയാൽ ക്രിസ്തുവേശുവിൽ ധൈര്യമുള്ളവനായി